രണ്ട് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നുണ്ട്. അതിലൊന്ന് ഫിസിക്കൽ പ്രോപ്പർട്ടിയും മറ്റൊന്ന് കെമിക്കൽ പ്രോപ്പർട്ടിയുമാണ്. ഫിസിക്കൽ പ്രോപ്പർട്ടിയും കെമിക്കൽ പ്രോപ്പർട്ടിയും തമ്മിലുള്ള ഡിഫറൻസ് വളരെ കൃത്യമായി ഫസ്റ്റ് ഇയർ ചാപ്റ്ററുകളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി നോക്കുമ്പോൾ അതിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെക്ക് ഇറ്റ് ഔട്ട് ചെയ്യുന്നത്. ഒന്ന് സ്റ്റേറ്റ്, മറ്റൊന്ന് ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്, മറ്റൊന്ന് സൊളുബിലിറ്റി ഇൻ വാട്ടർ ആണ് സാധാരണ നോക്കാറുള്ളത്. മൂന്നാമത്തതാണ് മെൽട്ടിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. ചില കേസുകളിൽ നമ്മൾ ഡെൻസിറ്റിയെ പറ്റിയും സംസാരിക്കാറുണ്ട്. ഈ സ്റ്റേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കേ, അത് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരിൻസ് അല്ലേ നമ്മൾ ചെക്ക് ഇറ്റ് ഔട്ട് ചെയ്യുന്നത്. അതിൽ CH3Cl, മീഥൈൽ ക്ലോറൈഡ്, മീഥൈൽ ബ്രോമൈഡ്, ഈഥൈൽ ക്ലോറൈഡ് ഇവരൊക്കെ ഗ്യാസസാ. ദാറ്റ് മീൻസ് ലോവർ ഹാലോ ആൽക്കൈനുകളൊക്കെ ഗ്യാസുകളാണ്. ഹയർ വൺസ് ലിക്വിഡ്സ് ആയിരിക്കും. ക്ലിയർ? ലോവർ വൺസ് ഗ്യാസസ് ആണ്, ഹയർ വൺസ് ലിക്വിഡ് ആയിരിക്കും. ലോവർ വൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർബണിന്റെ നമ്പർ കുറവുള്ളത്, അതേപോലെ തന്നെ മോളിക്കുലാർ മാസും. നിങ്ങൾ ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്ലോറിൻ, ബ്രോമിൻ, ക്ലോറിൻ ഇതാ വരുന്നത്. അയഡിന് നിങ്ങൾ അവിടെ കണ്ടിട്ടില്ല. അയഡിൻ എന്ന് പറയുമ്പോൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ താഴേക്ക് വരുമ്പോൾ മോളാർ മാസ് കൂടും. ഈസ് ക്ലിയർ? മോളാർ മാസ് കൂടുകയും സൈസ് കൂടുകയും ചെയ്യുമ്പോൾ വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടാനുള്ള സാധ്യത ഉണ്ട്. ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ ലിക്വിഫാക്ഷൻ. ഈസ് ക്ലിയർ? അത് നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. 3 CH3Cl, CH3Br, CH3CH2Cl പോലുള്ളവ ഗ്യാസും ഹയർ വൺസ് ലിക്വിഡ്സും ആയിരിക്കും. രണ്ടാമത്തെ നോക്കാനുള്ളത് സോളുബിലിറ്റിയാണ്. സോളുബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാട്ടറിൽ ഹാലോ ആൽക്കൈൻസ് ആൻഡ് ഹാലോ അരിൻ സോളുബിൾ ആണോ എന്നുള്ളതാണ് പ്രശ്നം. വാട്ടറിലേക്ക് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻറ്റ് സോളുബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വാട്ടറും തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആയതുകൊണ്ടാണ് വാട്ടർ ലിക്വിഡ് ആയിട്ട് നിൽക്കുന്നത്. ക്ലിയർ? മനസ്സിലായോ? അവർ തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല എങ്കിൽ അവർ ഗ്യാസ് ആയി മാറും. അവർ തമ്മിൽ സർട്ടൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷനിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് അവർ ലിക്വിഡ് ആയിട്ട് നിൽക്കുന്നത്. ഇനി ഈ വാട്ടറിൽ വേറെ ഏതെങ്കിലും ഒരു സബ്സ്റ്റൻറ്റ് ഡിസോൾവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കെമിക്കൽ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വാട്ടറും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്ത് വാട്ടർ ആരുമായിട്ട് ബോണ്ട് ഉണ്ടാക്കണം? ഈ വരുന്ന ഫോറിൻ സബ്സ്റ്റൻസുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോഴാണ് ആ ഫോറിൻ സബ്സ്റ്റൻറ്റ് വാട്ടറിൽ സോളുബിൾ ആണ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഹാലോ ആൽക്കൈൻ വാട്ടറുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഹാലോ ആൽക്കൈൻ വാട്ടറിൽ എന്തായിരിക്കും? സോളുബിൾ ആയിരിക്കും. നിലവിലെ അവസ്ഥയിൽ സാധാരണഗതിയിൽ റെയറസ്റ്റ് ആയിട്ട് മാത്രമേ ഹാലോ ആൽക്കൈൻ വാട്ടറുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കോമൺലി പറഞ്ഞു വെക്കും, വാട്ടർ ഹാലോ ആൽക്കൈനുമായിട്ട് ബോണ്ട് ഉണ്ടാക്കാത്തത് കാരണം അവര് വാട്ടറിൽ എന്തല്ല? സോളുബിൾ അല്ല. ഇനി അതിൻ്റെ എക്സെപ്ഷണൽ കേസ് വരണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞു വെക്കുന്നത് അറിയോ? ഇനബിലിറ്റി ടു ഫോം ഹൈഡ്രജൻ ബോണ്ട്. വാട്ടറുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ ഹൈഡ്രജൻ ബോണ്ട്. ഇനബിലിറ്റി ടു ഫോം ഹൈഡ്രജൻ ബോണ്ട് വിത്ത് വാട്ടർ, ഇൻസോളുബിൾ ഓർ ലെസ് സോളുബിൾ എന്ന് പറഞ്ഞാൽ ഇനി ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഹാലൈഡ് ഫോഴ്സ് ഓഫ് അട്രാക്ഷനിൽ സ്ലൈറ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സോളുബിൾ ആവാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ റെയറസ്റ്റ് ആയിട്ട്. ഓർ ലെസ് സോളുബിൾ ഇൻ വാട്ടർ. ക്ലിയർ? സംഭവത്തിലേ ഉള്ളൂ. നോർമലി ഹാലോ ആൽക്കൈൻ വാട്ടറിൽ സോളുബിൾ അല്ല, കാരണം വാട്ടറുമായിട്ട് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അതുകൊണ്ട് പറ്റില്ല. അതേ സമയത്ത് ഓർഗാനിക് സോൾവെന്റിൽ ഇവർ സോളുബിളാ. കാരണം നമുക്കറിയാലോ, ലൈക്ക് പാർട്ടിക്കിൾസ് സോളുബിൾ ആവും. ഇപ്പോൾ പോളാർ സോൾവെന്റിൽ സോളുബിൾ ആവും. പോളാർ സോൾവെന്റിൽ സോളുബിൾ ആവും. കാരണം അവിടെ ദർ ഇസ് എ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, സ്ലൈറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട്. അതേ സമയത്ത് ഓർഗാനിക് സോൾവെന്റ്, ഇപ്പോൾ ഹാലോ ആൽക്കൈൻ എന്ന് പറഞ്ഞ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് അല്ലേ. അപ്പോൾ ഒരു ഓർഗാനിക് സോൾവെന്റ് ബെൻസീനിൽ, കാർബൺ ടെട്രാക്ലോറൈഡിലൊക്കെ ഇവർ സോളുബിൾ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവരുമായിട്ട് ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ദെൻ ബ്രോമോ, നന്നായിട്ട് ശ്രദ്ധിക്കണേ, ബ്രോമോ, അയഡോ ഓർ പോളിക്ലോറോ ഡെറിവേറ്റീവ്. ബ്രോമോ, അയഡോ ഓർ പോളിക്ലോറോ ഡെറിവേറ്റീവ് ആർ ഹെവിയർ ദാൻ വാട്ടർ. സാധാരണ വാട്ടറിനേക്കാൾ ഡെൻസിറ്റി കുറവാണ് ഏത് കാണിക്കാറുള്ളത്? ഹാലോ കോമ്പൗണ്ടുകൾ കാണിക്കാറുള്ളത്.
അതേ സമയത്ത് ബ്രോമോ, അയഡോ ഓർ പോളിക്ലോറോ ഡെറിവേറ്റീവ് ആർ ഹെവിയർ ദാൻ വാട്ടർ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ. ഡെൻസിറ്റിയുടെ കേസിലാണ് ആ സംസാരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമുക്കറിയാം ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ 3 പോയിന്റുകളാണ് ക്ലിയർ ചെയ്യുന്നത്: സ്റ്റേറ്റ്, സോളുബിലിറ്റി, മെൽട്ടിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. അതിൽ മൂന്നാമത്തതാണ് മെൽട്ടിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. മെൽട്ടിംഗ് പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടറുകളാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മോളിക്കുലർ മാസ്, രണ്ടാമത്തതാണ് ഡൈപോൾ മൊമെന്റ്, മൂന്നാമത്തതാണ് വാൻ ഡെർ വാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ഫോർ ഹയർ മെൽട്ടിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു CH3CH2CH2CH2Cl എന്ന് പറയുന്ന ഒരു മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ടൈൽ ക്ലോറൈഡ് എടുത്തു, നോർമൽ ബ്യൂട്ടൈൽ ക്ലോറൈഡ് എടുത്തു, അല്ലെങ്കിൽ നോർമൽ ക്ലോറോ ബ്യൂട്ടൈൻ എടുത്തു. IUPACും കോമൺ നെയിമും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞേ ഉള്ളൂ. ഇനി നോക്ക്, ഇതേ മോളിക്കുലാർ ഫോർമുലയിൽ തന്നെ CH3CH2CH3Cl എന്ന് പറയുന്ന സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് എടുത്തു, ദാറ്റ് മീൻസ് 2 ക്ലോറോ ബ്യൂട്ടൈൻ എടുത്തു. മൂന്നാമത് ഞാൻ എടുത്ത് നോക്ക്, ഇത് ഈത്തൈൽ ക്ലോറൈഡാ. അതിന്റെ മുകളിൽ 2 മീത്തൈൽ ഗ്രൂപ്പ് അറ്റാച്ച്മെന്റ് വരുന്നുണ്ട്, 1,1 ഡൈമീഥൈൽ ക്ലോറോ ഈത്തൈൻ എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട്. ഈ മൂന്നെണ്ണം ഐസോമേഴ്സാ, സ്ട്രക്ചറൽ ഐസോമേഴ്സാ. എല്ലാത്തിൻ്റെയും മോളിക്കുലാർ ഫോർമുല സെയിമാ. എല്ലാത്തിലും പ്രസന്റ് ആയിട്ടുള്ളത് 4 കാർബണാണ്, എല്ലാത്തിലും പ്രസന്റ് ആയിട്ടുള്ളത് 9 ഹൈഡ്രജനാണ്, 1 ക്ലോറിനും. അപ്പൊ ഇവരുടെ മോളാർ മാസ് കംപ്ലീറ്റ് സെയിം ആണ്, മോളിക്കുലർ മാസ് സെയിം ആണ്. CCl ബോണ്ട് ആണ് വരുന്നത്. അപ്പോൾ ഡൈപോൾ മൊമെന്റും ഓൾമോസ്റ്റ് സിമിലറാ. അപ്പൊ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, മെൽട്ടിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റിനെ കമ്പയർ ചെയ്യാൻ പറ്റൂല. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കുക, വാൻ ഡെർ വാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അടുത്ത റെസ്പോൺസിബിൾ ഫാക്ടർ ആയിട്ട് വരുന്നത്. നിങ്ങൾക്കറിയാം ബ്രാഞ്ചിങ് കൂടുന്നതിനനുസരിച്ച് മോളിക്കുലിന്റെ സൈസ് കുറയും, ബ്രാഞ്ചിങ് കൂടുന്നതിനനുസരിച്ച് മോളിക്കുലിന്റെ സൈസ് കുറയും. എന്നാൽ ബ്രാഞ്ചിങ് കുറയുന്നതിനനുസരിച്ച് മോളിക്കുലിന്റെ സൈസ് എന്ത് ചെയ്യും, കൂടും. ആ സൈസ് കൂടുമ്പോൾ നോക്കെ, വാൻ ഡെർ വാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ കൂടുന്നത് വഴിയുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനാണ്. ഇപ്പൊ എൻ്റെ ഈ 2 കൈ ഉണ്ട്, ഇങ്ങനെ വെക്കുമ്പോൾ മാക്സിമം സർഫസ് ഏരിയ കവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് വെക്കുന്നതെങ്കിൽ സർഫസ് ഏരിയ എന്ത് ചെയ്യും, കുറവായിരിക്കും. അപ്പോൾ ഇതിലാണോ ഏറ്റവും കൂടുതൽ സർഫസ് ഏരിയ കവർ ചെയ്യുക, 2 മോളിക്യൂളുകൾ തമ്മിൽ അട്രാക്ഷനിൽ വരാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ഈ സാധനത്തിലാണ്. അതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതൽ, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ളത് ഏതിലായിരിക്കും, CH3CH2CH2Cl ആയിരിക്കും. നോക്ക്, ഇതിന്റെ കേസിൽ ബോയിലിംഗ് പോയിന്റ് 375, ഇതിന്റെ കെൽവിനാണ്. ഇതിന്റെ കേസിൽ 364, ഇതിന്റെ കേസിൽ 346. ഏതിനാ ഏറ്റവും കൂടുതൽ വരുന്നത്, 375. വളരെ സിമ്പിൾ ആണ്. 3 പോയിന്റുകളാണ് ബോയിലിംഗ് പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ. ഫസ്റ്റ് മോളിക്കുലാർ മാസ് നോക്കുക, ഏതിനാണോ കൂടുതലുള്ളത് അതിനായിരിക്കും ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക. പക്ഷേ ഇതിലെല്ലാത്തിനും മോളിക്കുലർ മാസ് സെയിം ആണ്. ഇനി ഡൈപോൾ മൊമെന്റ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആണ്, CCl ബോണ്ടാണ് വരുന്നത്. വാൻ ഡെർ വാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വരുമ്പോൾ സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും, ഇന്റർ പാർട്ടിക്കൽ അട്രാക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിൽ ബ്രാഞ്ചിങ് കൂടുന്നതിനനുസരിച്ച് സർഫസ് ഏരിയ കുറഞ്ഞു വരും. അപ്പോൾ ഇതിലാണ് ബ്രാഞ്ചിങ് മാക്സിമം ഉള്ളത്. ബ്രാഞ്ചിങ് ഏറ്റവും മിനിമമുള്ള ഈ സാധനം ഏറ്റവും കൂടുതൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കാണിക്കും. അപ്പോൾ ഈ 2 മോളിക്യൂളുകൾ തമ്മിലെ വേർപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എമൗണ്ട് ഓഫ് ഹീറ്റ് കൊടുക്കേണ്ടി വരും. അതിനെയല്ലേ നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആക്കി മാറ്റുന്നതല്ലേ ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലുള്ളത് ഈ സാധനത്തിലായതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കൂടുതലുള്ളത് ഈ സാധനത്തിലായിരിക്കും. ഈസി ക്ലിയർ. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയല്ലേ, ഹാലോ, ദാറ്റ് മീൻസ് ക്ലോറോ ബ്യൂട്ടൈൻ. ക്ലിയർ. ഇനി അടുത്ത കേസ്. അപ്പോൾ നമ്മൾ 3 കാര്യം പറഞ്ഞു ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ: സ്റ്റേറ്റ്, സോളുബിലിറ്റി, മെൽട്ടിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹാലോ അരീൻ്റെ ബോയിലിംഗ് പോയിന്റ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കുക. ഇത് ബെൻസീനിൽ 1,2 സൈറ്റിൽ ക്ലോറിൻ വരുന്നുണ്ട്, 1,2 ഡൈ ക്ലോറോ ബെൻസീൻ. അടുത്തത് 1,3 ഡൈ ക്ലോറോ ബെൻസീൻ. മൂന്നാമത്തത് 1,4 ഡൈ ക്ലോറോ ബെൻസീൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 പോയിന്റുകളാണ് ബോയിലിംഗ് പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മോളിക്കുലാർ മാസ് ആണ്. ഇതിന്റെ കേസിൽ മോളിക്കുലാർ മാസ് സെയിം ആണ്, കാരണം ഇതും ഐസോമേഴ്സ് ആണ്. ക്ലിയർ. ഇനി അടുത്തത് പൊളാരിറ്റി. ഇതിൽ പൊളാരിറ്റി ഡിഫറെൻ്റാ. നിങ്ങൾ ഡൈപോൾ മൊമെന്റ് ചെക്ക് ഇറ്റ് ഔട്ട് ചെയ്യുമ്പോൾ
വെക്ടർ അഡീഷൻ അല്ലേ നോക്കാറുള്ളത്. ഇതിന്റെ വെക്ടർ ഫോർമാറ്റ് ഇങ്ങനെയല്ലേ പോകുന്നത്. ഇതിന്റെ ഈ ഫോർമാറ്റിലാണ്, ഇതിന്റെ ഈ ഫോർമാറ്റിലാണ്. അപ്പൊ ഡൈപോൾ മൊമെന്റ് ഏറ്റവും കുറവ് ഈ സാധനത്തിനാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഇത് ഇങ്ങോട്ടും വലിക്കും, ഇത് ഇങ്ങോട്ടും വലിക്കും, ക്യാൻസൽ ചെയ്ത് പോകും. ഈസി ക്ലിയർ. കൂടുതൽ ഇതിനും ഉണ്ടാവും. അപ്പൊ മോളിക്കുലാർ മാസ് നമുക്ക് നോക്കാൻ പറ്റില്ല, നമുക്ക് ഡൈപോൾ മൊമെന്റ് കൺസിഡറബിൾ ആണ്. അതേപോലെ തന്നെ വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇതിന്റെ സ്റ്റാക്കിങ്, ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വരുന്ന, സ്റ്റാക്ക് ചെയ്യാനുള്ള ഈസിനെസ് ഏറ്റവും കൂടുതലുള്ളത് ഏതിനാ, അതൊക്കെ നോക്കാം. അത് വെച്ച് നോക്കുമ്പോൾ നോക്ക്, ബോയിലിംഗ് പോയിന്റ് ഇതിന് 453 വരുന്നുണ്ട്, ഇതിന് 446 വരുന്നുണ്ട്, ഇതിൽ 448 വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഡൈപോൾ മൊമെന്റ് ഉള്ള സാധനം ഇതാ, വെക്ടർ അഡീഷൻ വഴി. നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ട് വളരെ കൃത്യമായിട്ട്. ഇവിടെ വെക്ടർ അഡീഷൻ, ഡൈപോൾ മൊമെന്റ് ഏറ്റവും കൂടുതൽ ഇതിനായതുകൊണ്ട് ഇതായിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് കാണിക്കുന്നത്, ബോയിലിംഗ് പോയിന്റ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് മോളിക്കുലാർ മാസ് ഉണ്ട്, എല്ലാം സെയിം ആണ്. ഡൈപോൾ മൊമെന്റ് ഇതിൽ ഡിഫറെൻ്റ് ആണ്, ഏറ്റവും കൂടുതലുള്ളത് ഇതാണ്. വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്റ്റാക്കിങ്ങിന്റെ ബേസിലാണ്. സ്റ്റാക്കിങ് കുറേയും കൂടി പെർഫെക്റ്റ് സാധ്യത ഈ സാധനത്തിനാണ്. അത് ഇവിടെ കാണാനുണ്ട്. നോക്ക്, ഡൈപോൾ മൊമെന്റ് ഏറ്റവും കുറവായിട്ട് പോലും ഇതിന് 448 വരുന്നുണ്ട്, ഇതിന് 446 വരുന്നുള്ളൂ, ഇതിന് എത്ര വരുന്നുണ്ട്, 453. ക്ലിയർ. അപ്പോൾ ഡൈപോൾ മൊമെന്റിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഡൈപോൾ മൊമെന്റ് ഓൾമോസ്റ്റ് സിമിലർ എന്ന് പറയാൻ പറ്റില്ല, ഇതിൽ 0 ആണ്, ഇതിൽ കുറച്ചുണ്ടാവും. പക്ഷേ സ്റ്റാക്കിംഗ് പെർഫെക്റ്റ് ആയതുകൊണ്ട്, വാണ്ടർവാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പെർഫെക്റ്റ് ആയതുകൊണ്ട് ഇത് കുറച്ചും കൂടി എന്ത് കാണിക്കുന്നുണ്ട്, ബോയിലിംഗ് പോയിന്റ് കാണിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഏത് കഴിഞ്ഞു, നമ്മളുടെ ഫിസിക്കൽ പ്രോപ്പർട്ടി കഴിഞ്ഞു. സ്റ്റേറ്റ്, സൊളുബിലിറ്റി, മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ആണ് ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ നോക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കെമിക്കൽ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇതിന് ഏറ്റവും കൂടുതലുണ്ട് എന്നുള്ളത്. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കണം എന്താണ് കെമിക്കൽ പ്രോപ്പർട്ടി. കെമിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഞാനൊരു കെമിക്കലാണെന്ന് വിചാരിക്കുക, ഒരു കോമ്പൗണ്ടാണ്. നമ്മൾ ഹാലോ ആൽക്കെയിൻ ആണ് ഞാനെന്ന ഹാലോ ആൽക്കെയിൻ, ശരിക്കും ശ്രദ്ധിക്കണേ, ഞാൻ ഒരു ഹാലോ ആൽക്കെയിൻ ആണെന്ന് വിചാരിക്കുക. ഞാനെന്ന ഹാലോ ആൽക്കെയിൻ്റെ ബിഹേവിയർ ടുവേർഡ്സ് മെറ്റൽ, സോഡിയത്തിൻ്റെ അടുത്തേക്ക് എൻ്റെ ബിഹേവിയർ എന്താണ്, ആൽക്കഹോളിൻ്റെ അടുത്തേക്ക് എൻ്റെ ബിഹേവിയർ എന്താണ്, ആസിഡിൻ്റെ അടുത്തേക്ക് എൻ്റെ ബിഹേവിയർ എന്താണ്, ബേസിൻ്റെ അടുത്തേക്ക് എൻ്റെ ബിഹേവിയർ എന്താണ്, വാട്ടറിൻ്റെ അടുത്തേക്ക് എൻ്റെ ബിഹേവിയർ എന്താണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? അപ്പോൾ അവിടുത്തെ ബോണ്ട് ബ്രേക്കിങ്ങും ബോണ്ട് മേക്കിങ്ങും ഒക്കെ നടക്കും അവിടെ. നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി നോക്കിയപ്പോൾ ബോണ്ട് ബ്രേക്കിങ്ങും ബോണ്ട് മേക്കിങ്ങും നടന്നിട്ടില്ല, കോമ്പൗണ്ടിന്റെ കെമിക്കൽ കോമ്പിനേഷൻ മാറിയിട്ടില്ല. അതേ സമയത്ത് കെമിക്കൽ പ്രോപ്പർട്ടിയിലേക്ക് പോകുമ്പോൾ ബിഹേവിയർ ടുവേർഡ്സ് അതർ സ്പീഷീസ് ആണ്. ആ സമയത്ത് ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് ബോണ്ട് മേക്കിംഗ്. ക്ലിയർ? ആ കോമ്പൗണ്ട് രൂപം മാറിപ്പോകും. നമുക്ക് നോക്കാം. കെമിക്കൽ പ്രോപ്പർട്ടിയിൽ 3 പോയിന്റുകളാണ് കെമിക്കൽ പ്രോപ്പർട്ടിയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒന്ന് റിയാക്ഷൻ വിത്ത് മെറ്റൽസ്, ഒന്നാമത്തെ റിയാക്ഷൻ വിത്ത് മെറ്റൽസ്. രണ്ടാമത്തത് എലിമിനേഷൻ റിയാക്ഷൻ. മൂന്നാമത്തത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഈ 3 കഴിഞ്ഞ് ഒരു പോളിഹാലോ കോമ്പൗണ്ട്സും കൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും. സിമ്പിൾ, വെരി സിമ്പിൾ ആണ്. നമ്മൾ നോക്കണേ, റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ആണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ. റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ശരിക്കും ശ്രദ്ധിക്കട്ടോ, എന്താണ് പറയുന്നത് എന്നുള്ളത്. മെറ്റലുമായിട്ടുള്ള റിയാക്ഷൻ, ആരുടെ, ഹാലോ ആൽക്കെയിൻ്റെ മെറ്റലുമായിട്ടുള്ള റിയാക്ഷനാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വുഡ്സ് റിയാക്ഷൻ. ഓൾറെഡി ടോട്ടാണിത്. ഫസ്റ്റ് ഇയറിൽ ഹൈഡ്രോ കാർബൺ എന്നുള്ള ചാപ്റ്ററിൽ വുഡ്സ് റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൽക്കെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൽക്കൈൽ ഹാലൈഡ് എന്നാണ്, ബൈ ട്രീറ്റ്മെന്റ് വിത്ത് 2 equivalent സോഡിയം ഇൻ ഡ്രൈ ഈതർ. നോക്കണേ, ഞാൻ CH3Cl എന്ന് പറയുന്ന ഹാലോ ആൽക്കെയിൻ എടുത്തു, ക്ലോറോമീത്തേൻ. അത് 2 equivalent സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യാണ്. 2 മോളിക്യൂൾ CH3Cl. ഞാൻ മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ CH3Cl 2 equivalent സോഡിയം CH3Cl എന്ന് എഴുതി. അങ്ങനെ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, 2 CH3Cl എന്ന് മാത്രം കാണിച്ചാൽ മതി. ഇതിനെ ഡ്രൈ ഈതറിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്ക്, ഇങ്ങനെ അങ്ങ് റിമൂവ് ചെയ്തു. ഈ 2 സോഡിയം 2 ക്ലോറിനും എടുത്തിട്ട് 2 NaCl ആയിട്ട് മാറിപ്പോകും. ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴി. ശരിക്കും ശ്രദ്ധിച്ചേക്കണേ, എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ശരിക്കും മനസ്സിലാക്കി വെക്കുക. ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴി ഇത് CH3 റാഡിക്കലും ഇത് CH3 റാഡിക്കലാവും. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് CH3 ആയിട്ട് മാറും. ഇത് 2 NaCl ആയിട്ട് റിമൂവ് ചെയ്തു പോകും. യു ഗോട്ട് ഇറ്റ്. ഇതിനെയാണ് വുഡ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇത് പഠിച്ചത് ഇങ്ങനെയാണ്.
Alkanes, this one is alkane. Carbon-carbon single bond alle. Alkane can be prepared from alkyl halide by treatment with the 2 equivalent sodium in dry ether. That is what is called Woods reaction എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നത് എന്തിനാണ് ഇവിടെ ഡ്രൈ ഈതർ? ഡ്രൈ ഈതർ എന്ന് പറഞ്ഞാൽ ഉണക്കി പൊടിച്ച ഈതർ എന്നല്ല കേട്ടോ, വാട്ടർ ഇല്ലാത്ത ഈതർ എന്നാണ്. ഇത് ആൽക്കൈൽ ഹാലൈഡ് ഗ്യാസ് അല്ലേ, സോഡിയം മെറ്റൽ അല്ലേ. ഗ്യാസും മെറ്റലും തമ്മിൽ റിയാക്ട് ചെയ്യാനുള്ള, ദാറ്റ് മീൻസ് ഗ്യാസും സോളിഡും തമ്മിൽ റിയാക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ആൽക്കൈൽ ഹാലൈഡിനെ ഈ ഡ്രൈ ഈതറിൽ ഡിസോൾവ് ചെയ്യും. കാരണം ഈതർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓർഗാനിക് സോൾവെന്റ് ആണ്. ആ സോൾവെന്റിൽ ഓർഗാനിക് ആൽക്കൈൽ ഹാലൈഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്ടറിൽ സോളുബിൾ ആവില്ല. ഈ സാധനം ഓർഗാനിക് സോൾവെന്റിൽ സോളുബിൾ ആണ്. ഇതിനെ സോളുബിൾ ആക്കും. അതിലേക്ക് സോഡിയം ഇട്ട് നമ്മൾ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് എ പോസിബിലിറ്റി ഫോർ ദ ഫോർമേഷൻ ഓഫ് ആൽക്കൈൻ. ക്ലിയർ? ഇനി ഇതിന്റെ പ്രത്യേകത, ഇത് മീത്തൈൽ ക്ലോറൈഡാ. ഇവിടെ ഈ ആലോഹാൽക്കൈൻ എന്ന് പറയുന്ന സാധനം ഡിഫറെന്റ് ടൈപ്പിൽ വരാം. പ്രൈമറി വരാം. ഇതിപ്പോൾ മീത്തൈലാ, പ്രൈമറി വരാം. പ്രൈമറി ഓൾറെഡി നമ്മളെ ഫസ്റ്റ് ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഫസ്റ്റ് ഡിഗ്രി, എന്താണ് സെക്കൻഡ് ഡിഗ്രി, എന്താണ് തേർഡ് ഡിഗ്രി. ദാറ്റ് മീൻസ് പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ബീറ്റ കാർബൺ ആറ്റം പ്രസന്റ് ഇൻ ഇറ്റ്. ഇതിൽ ബീറ്റ ഇല്ല. ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ, ഒന്നാമത്തെ കാർബൺ, ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആൽഫ. അത് രണ്ടാമത്തെ ഒരു കാർബൺ ഉണ്ടെങ്കിൽ ബീറ്റ ഉണ്ടാവും. ആ കാർബണിന്റെ എണ്ണത്തിന്റെ ബേസിലാണ് ഇത് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതിൽ ബീറ്റ ഇല്ല. അതുകൊണ്ട് ഇത് പ്രൈമറി അല്ല, ഇത് മീത്തൈലാണ്. പക്ഷെ മീത്തൈലിനെ ഇടയ്ക്കൊക്കെ പ്രൈമറി എന്ന് പറയാറുണ്ട് എന്ന് മാത്രം. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് പ്രൈമറി ആൽക്കൈൽ ഹാലൈഡ് യൂസ് ചെയ്താലും റിയാക്ഷൻ നടക്കും. സെക്കൻഡറി ആൽക്കൈൽ ഹാലൈഡ് യൂസ് ചെയ്താലും ഇതേ റിയാക്ഷൻ നടക്കും. ഒരു പ്രശ്നമുണ്ട്, ടെറിഷറി ഡു നോട്ട് അണ്ടർഗോ വുഡ്സ് റിയാക്ഷൻ. ശരിക്കും ശ്രദ്ധിച്ചോളണേ. എല്ലാ ആൽക്കൈൽ ഹാലൈഡുകളും വുഡ്സ് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ആര് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല? ടെറിഷറി ഡു നോട്ട് അണ്ടർഗോ വുഡ്സ് റിയാക്ഷൻ. പക്ഷെ മീത്തൈൽ പ്രൈമറി, സെക്കൻഡറി ഏതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും? വുഡ്സ് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ റിയാക്ഷൻ വിത്ത് മെറ്റൽസിൽ എൻട്രൻസ് എക്സാമിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് വുഡ്സ് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. പക്ഷെ മറ്റൊരു പ്രോഡക്റ്റ് ആ സാധനം തരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കേ, ഇതൊരു ആൽക്കൈൽ ഹാലൈഡാ. ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആണ് ഒന്നാമത്തെ കാർബൺ. അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇത് രണ്ടാമത്തെ കാർബൺ ആണ്. ദാറ്റ് മീൻസ് ബീറ്റ. ഇത് ബീറ്റ, ഇത് ബീറ്റ. 3 ബീറ്റ ഉള്ളത് കൊണ്ട് ഇത് ടെറിഷറിയാണ്. ഈ ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് 2 ഈക്വലന്റ് സോഡിയം ഇൻ ഡ്രൈ ഈതറിൽ റിയാക്ട് ചെയ്താൽ ഒരു കാരണവശാലും വുഡ്സ് റിയാക്ഷൻ ടൈപ്പ് പ്രോഡക്റ്റ് തരൂല. പകരം എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നോ റിയാക്ഷൻ എന്നല്ല പറഞ്ഞത്, വുഡ്സ് റിയാക്ഷൻ തരൂല എന്ന് പറഞ്ഞത്, വേറെ പ്രോഡക്റ്റ് തരും. ഇതാ നോക്കത് സി എൽ അല്ലേ, ഇതിന് ഞാൻ CH3 എന്നുള്ളത് CH2H ആയിട്ട് എഴുതിയിട്ട് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ അങ്ങോട്ട് ബ്രേക്ക് ആവും. ഇതിങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് HCl ആയിട്ട് റിമൂവ് ചെയ്യും. ഈ റാഡിക്കലും കമ്പൈൻ ചെയ്ത് ആൽക്കീൻ ആയിട്ട് മാറിപ്പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് വുഡ്സ് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കീൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ വുഡ്സ് ടൈപ്പ് പ്രോഡക്റ്റ് അല്ല പ്രൊഡ്യൂസ് ചെയ്യുക. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെന്ന് ഇതൊന്ന് ഓർത്തിച്ചാൽ മതി. ഇത് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ എൻട്രൻസ് എക്സാമിന് ഇത് വരും, സൂക്ഷിക്കണം കേട്ടോ. വുഡ്സ് റിയാക്ഷൻ ടെറിഷറി ആൽക്കൈൽ ഹാലൈഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. ദെൻ അടുത്തത് 3 ഡിഫറെൻറ്റ് റിയാക്ഷനുകളാണ് സാധാരണ ഇതിൽ സംസാരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വുഡ്സ് റിയാക്ഷൻ, അടുത്തത് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ. ഗ്രിഗ്നാർഡ് റിയാജന്റിന്റെ കാര്യം കൂടി പറയുന്നുണ്ട്. ഞാൻ അത് 3ഉം കൂടി ഒറ്റ ബോർഡിലേക്ക് കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ നോക്കേ, ഇത് ആൽക്കൈൽ ഹാലൈഡ് ആണ്. ദിസ് ഈസ് ഓൾസോ ആൽക്കൈൽ ഹാലൈഡ്. മീത്തൈൽ ക്ലോറൈഡ് ആണ് ഈ സാധനം. നോക്കേ, ഇത് ആൽക്കൈൽ ഹാലൈഡ് ആണ്, ഇതും ആൽക്കൈൽ ഹാലൈഡ് ആണ്. അത് രണ്ടും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ അങ്ങ് പോകും. ഈ CH3 കമ്പൈൻ ചെയ്തിട്ട് ഡ്രൈ ഈതറിൽ കമ്പൈൻ ചെയ്തിട്ട് CH3 ആയിട്ട് മാറും, ആൽക്കൈൻ ആയിട്ട് മാറും. ഈ റിയാക്ഷനെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, വുഡ്സ് റിയാക്ഷൻ ആണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നോക്ക്, ഇത് രണ്ടും ആൽക്കൈൽ ഹാലൈഡാ. അതേ സമയത്ത് ഒരു അരൈൽ ഹാലൈഡും മറ്റൊരു ആൽക്കൈൽ ഹാലൈഡും ആണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് അരൈൽ ഹാലൈഡാ. ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്ന് പറയുന്നത്, ഡയറക്ട്ലി അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്ന് പറയുന്നത് അരൈൽ ഗ്രൂപ്പിലെ മെമ്പറാ. ഇതും കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അരൈൽ ഹാലൈഡ്. ഈ അരൈൽ ഹാലൈഡും ആൽക്കൈൽ ഹാലൈഡും ആണ് ഈ വുഡ്സ് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ്, വുഡ്സ് ടൈപ്പ് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരു അരാൽക്കൈൽ കോമ്പൗണ്ട് ഉണ്ടാവുകയാണെങ്കിൽ, ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്താൽ, ഇങ്ങനെ NaCl പോയാൽ ഈ ബെൻസിൻ റിങ്ങും ഈ CH3 കമ്പൈൻ ചെയ്തതാ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവും. അരാൽക്കെയിൻസ് ഉണ്ടാവും. ടോളിൻ അരാൽക്കെയിൻസ്, അരൈൽ ഗ്രൂപ്പും ആൽക്കൈൽ ഗ്രൂപ്പും കമ്പൈൻ ചെയ്ത് അരാൽക്കൈൽ കോമ്പൗണ്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അരാൽക്കെയിനുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഇതിനെയാണ് നമ്മൾ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്.
ഇവിടെ ഒരു അരൈൽ ഗ്രൂപ്പ് കയറിയപ്പോൾ ഫിറ്റിഗ് വന്നു, അരൈൽ ഗ്രൂപ്പ് ഇല്ലാതിരുന്നപ്പോൾ അതിന് വുഡ്സ് റിയാക്ഷൻ വന്നു. ഇനി രണ്ടും അരയിലാണെങ്കിലോ, ഇതും അരൈൽ ഹാലൈഡ് ഇതും അരൈൽ ഹാലൈഡ്, അപ്പോൾ ഇവിടുന്ന് NaCl ഇങ്ങനെ പോയി ബൈ ഫിനൈൽ ടൈപ്പ് കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നോക്കണേ, ഇത് അരൈൽ ഹാലൈഡ് ഇതും അരൈൽ ഹാലൈഡ്, ബൈ ഫിനൈൽ രണ്ട് ഫിനൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബൈ ഫിനൈൽ ടൈപ്പ് കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് ഫിറ്റിക് റിയാക്ഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, രണ്ടും ആൽക്കൈൽ ഹാലൈഡ് ആണെങ്കിൽ വുഡ്സ് റിയാക്ഷൻ, ഒരു അരൈൽ ഹാലൈഡും ഒരു ആൽക്കൈൽ ഹാലൈഡും ആണെങ്കിൽ വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ, രണ്ടും അരൈൽ ഹാലൈഡ് ആണെന്നുണ്ടെങ്കിൽ ഫിറ്റിക് റിയാക്ഷൻ. ഇതൊക്കെ നമുക്ക് റിയാക്ഷൻ വിത്ത് മെറ്റൽ അല്ലേ, ക്ലിയർ. ഇനി ഒറ്റ പോയിന്റും കൂടി ഉണ്ട്, ഗ്രിഗ്നാർഡ് റിയേജന്റും കൂടി മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ ഒരു ആൽക്കൈൽ ഹാലൈഡ് മാഗ്നീഷ്യമായിട്ട് റിയാക്ട് ചെയ്തു ഇൻ ഡ്രൈ ഈതർ, അപ്പോൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? CH3MgCl, ആൽക്കൈൽ മാഗ്നീഷ്യം ഹാലൈഡ്. ക്ലോറിൻ തന്നെ ആയിക്കോളം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ബ്രോമിൻ ആയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ദ മെറ്റൽ ഷുഡ് ബി മാഗ്നീഷ്യം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്ന് വിളിക്കുള്ളൂ, CH3MgCl. ഇനി അത് അരൈൽ ഹാലൈഡ് ആയാലും പ്രശ്നമൊന്നുമില്ല, ഡയറക്റ്റ് ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? അരൈൽ മാഗ്നീഷ്യം ക്ലോറൈഡുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ദാറ്റ് മീൻസ് C6H5MgCl പ്രൊഡ്യൂസ് ചെയ്യപ്പെടും, ക്ലിയർ. ഇനി ഇവിടെ സംഭവം ഇത്രയേ ഉള്ളൂ, ആൽക്കൈൽ ഹാലൈഡും അരൈൽ ഹാലൈഡും മെറ്റലുമായിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. കെമിക്കൽ പ്രോപ്പർട്ടീസിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് റിയാക്ഷൻ വിത്ത് മെറ്റൽ, പിന്നെ എലിമിനേഷൻ റിയാക്ഷൻ പറഞ്ഞു, പിന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുകളും നമ്മൾ സംസാരിക്കാൻ പോകുന്നുണ്ട്. അതിൽ റിയാക്ഷൻ വിത്ത് മെറ്റലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ ഈ അരൈൽ മാഗ്നീഷ്യം ഹാലൈഡ് ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ ഒരു പ്രത്യേകത ഞാൻ സംസാരിക്കട്ടെ കേട്ടോ. ഈ ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ ഒരു പ്രത്യേകത നോക്കെ, ശ്രദ്ധിച്ചോളണേ. എൻ്റെ കയ്യിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു പോകാന്നേ ഉള്ളൂ കേട്ടോ, അല്ലാതെ വേറെ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഗ്രിഗ്നാർഡ് റിയേജന്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. CH3MgCl എന്ന് പറയുന്ന ഗ്രിഗ്നാർഡ് റിയേജന്റ് ഉണ്ട്. ഇത് യഥാർത്ഥത്തിൽ നിൽക്കുന്നത് CH3 മൈനസും MgCl പ്ലസുമായിട്ടാണ്. CH3 മൈനസും MgCl പ്ലസുമായിട്ടാണ് ഈ സാധനം നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CH3 മൈനസ് ഒന്നുകിൽ ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ ബേസ് ആയിട്ട് ആക്ട് ചെയ്യാം. രണ്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റിയും ആർക്കുണ്ട്? ഈ CH3 മൈനസിനുണ്ട്. ഇവിടെ CH3 മൈനസ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് RMgX എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. R മൈനസും MgX പ്ലസും. ഈ R മൈനസിന് C6H5 CH3 എന്തായിക്കോട്ടെ, ഇവർക്കൊക്കെ ബേസ് ആയിട്ടും ന്യൂക്ലിയോഫൈൽ ആയിട്ടും ആക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇവർ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുക, ഓർ അസിഡിക് ഹൈഡ്രജൻ ഉള്ള ഏതെങ്കിലും ഒരു കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, ശരിക്കും ശ്രദ്ധിച്ചോളെ, അസിഡിക് ഹൈഡ്രജൻ ഉള്ള ഏതെങ്കിലും ഒരു കോമ്പൗണ്ടുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, അസിഡിക് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ H+ ഡൊണേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലേ, അത് വാട്ടർ ആവാം, അത് ഫീനോൾ ആവാം, അത് കാർബോക്സിലിക് ആസിഡ് ആവാം. ഇവർക്കൊക്കെ എന്തിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്? അസിഡിക് ഹൈഡ്രജൻ ഉണ്ട്, H+ ഡൊണേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ H+ ഡൊണേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഏതെങ്കിലും ഒരു സ്പീഷീസ്, ഇത് 3 വേണമെന്നില്ല കേട്ടോ, ഏതെങ്കിലും ഒരെണ്ണമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ദിസ് വൺ ക്യാൻ ആക്ട് ആസ് എ ബേസ്. ഇതെന്തായിട്ട് ആക്ട് ചെയ്യും? ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് ഈ H+ സ്വീകരിച്ച് CH4 ആയിട്ട് മാറും. H+ സ്വീകരിച്ച് ഇത് CH4 ആയിട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരിക എന്ന് വിചാരിക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ഫീനോൾ ഉണ്ട്. Phenol when treated with C6H5MgCl. That means ഇത് സത്യത്തിൽ എന്താണ്? C6H5MgCl എന്ന് പറഞ്ഞ സാധനമാണ്. ഇതുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് കോമ്പൗണ്ടുകൾ അവർ പറഞ്ഞു തരും. ഒന്നുകിൽ ദ ആൻസറും ഒരു 4 ഓപ്ഷൻസ് ആൻസർ ആയിട്ട് തരും. A, B എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തരും, ബൈഫിനൈൽ, ക്ലിയർ. C എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തരും,
ഇത് ജെയ്ക്ക് സാധാരണ ചോദിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇങ്ങനെ തരും. ഡി എന്ന് പറഞ്ഞിട്ട് C6H6 എന്നും തരും. ഡി എന്ന് പറഞ്ഞിട്ട് C6H6. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അസിഡിക് ഹൈഡ്രജൻ പ്രസന്റ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. അസിഡിക് ഹൈഡ്രജൻ പ്രസന്റ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. കാരണം ഫീനോൾ സ്ലൈറ്റ്ലി അസിഡിക് അല്ലേ. ഇത് C6H5MgCl, ഇത് മൈനസും MgCl പ്ലസും. ഹിയർ ഇത് ഒന്നുകിൽ ബേസ് ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യും. ഇത് ബേസ് ആയിട്ട് ആക്ട് ചെയ്യണോ ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യണോ തീരുമാനിക്കുന്നത് ഈ കോമ്പൗണ്ടാണ്. ഇതിൽ അസിഡിക് ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഇത് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും, ഇതിൽ അസിഡിക് ഹൈഡ്രജൻ ഇല്ല എങ്കിൽ ഇത് ന്യൂക്ലിയോഫൈൽ ആയിട്ട് ആക്ട് ചെയ്യും. ഇത് അസിഡിക് ഹൈഡ്രജൻ ഉണ്ട്, അതുകൊണ്ട് ഇത് ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. ബേസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ഈ C6H5 ഇവിടുന്ന് ഒരു H+ എടുക്കും, എന്നിട്ട് എന്തായിട്ട് മാറും? C6H6 ആയിട്ട് മാറും, ബെൻസീൻ ആയിട്ട് മാറും. ദാറ്റ് മീൻസ് അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഞാൻ എന്ത് പറഞ്ഞപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് പറഞ്ഞപ്പോൾ ഈ പോയിന്റും കൂടി അതിൽ ഉൾപ്പെടുത്തി എന്ന് മാത്രം. ഇപ്പം നമ്മൾ റിയാക്ഷൻ വിത്ത് മെറ്റലുകളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു പോയിന്റും കൂടി ശ്രദ്ധിക്കണേ. അടുത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എലിമിനേഷൻ റിയാക്ഷൻ ആണ്. എലിമിനേഷൻ റിയാക്ഷൻ. എലിമിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പൗണ്ടിൽ നിന്ന് സിമ്പിൾ മോളിക്യൂളിന്റെ റിമൂവൽ മൾട്ടിപ്പിൾ ബോണ്ടിന്റെ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യാമെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എലിമിനേഷൻ റിയാക്ഷൻ. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ട്, CH3CH2Cl എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഇവിടുന്ന് HCl റിമൂവ് ചെയ്യുക എന്ന് വിചാരിക്കുക. സിമ്പിൾ മോളിക്യൂളിന്റെ റിമൂവൽ HCl റിമൂവ് ചെയ്യുക. അതിൽ ക്ലോറിൻ ഇവിടുന്ന് ഒരു എച്ചും റിമൂവ് ചെയ്തു. അങ്ങനെ റിമൂവ് ചെയ്ത് ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എലിമിനേഷൻ റിയാക്ഷൻ. സിമ്പിൾ മോളിക്യൂളിന്റെ റിമൂവൽ മൾട്ടിപ്പിൾ ബോണ്ടിന്റെ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എലിമിനേഷൻ റിയാക്ഷൻ. ക്ലിയർ അല്ലേ? ഇനി ഇങ്ങനൊരു HCl പോകണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കണം എന്ന് നോക്കേ. ഈ ക്ലോറിൻ എന്ന് പറയുന്നത് ഇവിടെ അറ്റാച്ച് ഇരിക്കുന്ന ഈ കാർബൺ ആൽഫ കാർബൺ ആണ്, ഒന്നാമത്തെ കാർബൺ. ഇനി ഇവിടെ ഒന്നും കൂടി ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്തേ. ഇത് CH2, ഇവിടെ H എന്ന് ഞാൻ കൊടുത്തു. അപ്പോൾ ഇതിൽ ഒരു കാര്യം നിങ്ങൾക്കറിയാം, ഇത് ആൽഫ ആണെങ്കിൽ ഈ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ കാർബൺ ഫസ്റ്റ് കാർബൺ ആണെങ്കിൽ ഇത് സെക്കൻഡ് കാർബണാണ്. സെക്കൻഡ് കാർബണിന് നമ്മൾ ബീറ്റ എന്നാ കൊടുക്കുക. ഇനി ഇവിടെ 2 ഇലക്ട്രോണുകൾ ഉണ്ട്. ഇവിടെ നോക്കണേ, ഇതൊരു ഇലക്ട്രോൺ, ഇതൊരു ഇലക്ട്രോൺ, ഇതൊരു ഇലക്ട്രോൺ, ഇതൊരു ഇലക്ട്രോൺ. ക്ലിയർ അല്ലേ? ഇനി ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും നോക്കണേ, ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ഈ ബോണ്ട് ഇങ്ങോട്ടേക്കും വരികയാണെന്നുണ്ടെങ്കിൽ ഇത് H+ ആയിട്ട് റിമൂവ് ചെയ്യും, ഇത് Cl- ആയിട്ട് റിമൂവ് ചെയ്യും. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് HCl ആവും. അപ്പോൾ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് വഴി ബോണ്ട് ഡബിൾ ബോണ്ട് ഫോം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ആര് പോകണം? H+ പോകണം. ഇവിടുന്ന് ആര് പോകണം? Cl- പോകണം. ഈ H+ പോയാൽ ഓട്ടോമാറ്റിക്കലി Cl- പോകും. ഈ H+ പോവുക എന്ന് പറഞ്ഞാൽ H+നെ വലിക്കണം. H+നെ വലിക്കുന്നത് ആരാ? ബേസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു ബേസ് ഇട്ട് കൊടുത്താൽ പോരെ? അങ്ങനെ റിയാക്ഷൻ നടക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്ന റിയേജന്റ് ആണ് ആൽക്കഹോളിക് KOH. ഏതാണ്? ആൽക്കഹോളിക് KOH. അപ്പോൾ ആൽക്കഹോളിക് KOH യൂസ് ചെയ്യുമ്പോൾ ബീറ്റ സൈറ്റിൽ നിന്ന് ഹൈഡ്രജനും ആൽഫ സൈറ്റിൽ നിന്ന് ഹാലജനും പോകും. ഇങ്ങനെ ബീറ്റ സൈറ്റിൽ നിന്ന് ഹൈഡ്രജനും ആൽഫ സൈറ്റിൽ നിന്ന് ഹാലജനും പോകുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ബീറ്റ ഡി ഹൈഡ്രോ ഹാലജിനേഷൻ എന്ന് വിളിക്കുന്നത്. ബീറ്റ ഡീഹൈഡ്രോ ഹാലജിനേഷൻ. നോക്ക്, ബീറ്റ സൈറ്റിൽ നിന്ന് ഡീഹൈഡ്രോ ഹൈഡ്രജനും ആൽഫ സൈറ്റിൽ നിന്ന് ഹാലജനും റിമൂവ് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് ബീറ്റ ഡീഹൈഡ്രോ ഹാലജിനേഷൻ എന്ന് പറയുന്നത്. ഈ ബീറ്റ ഡീഹൈഡ്രോ ഹാലജിനേഷൻ നടത്താൻ യൂസ് ചെയ്യുന്ന റിയേജന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ആൽക്കഹോളിക് KOH. ഈ ആൽക്കഹോളിക് KOH യൂസ് ചെയ്യുമ്പോൾ ബേസ് ആരെ വലിക്കും? H+നെ വലിക്കും. ആ H+നെ വലിക്കുന്ന ബേസ് ആരാന്ന് വെച്ചാൽ ആൽക്കഹോളായിട്ട് സാധാരണ നമ്മൾ യൂസ് ചെയ്യാറുള്ളത് C2H5OH എത്തനോൾ ആണ്. ആൽക്കഹോളിക് KOH ഇത് KOHുമായിട്ട് റിയാക്ട് ചെയ്ത് എന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇത് KOH K+, OH-, ഇത് C2H5O- H+ ആയിട്ടാണ് നിൽക്കുക. ഈ H+, OH- കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ ആയിട്ട് റിമൂവ് ചെയ്യും. ബാക്കി ആരാ ഉണ്ടാവുക? C2
H5O മൈനസ് കെ പ്ലസ്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന റിയേജന്റ് എന്ന് പറഞ്ഞാൽ C2 H5O മൈനസ് കെ പ്ലസ്. ഈ സാധനമാണ് ആൽക്കോക്സൈഡ് ആണ് ഇവിടെ എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എക്സാമിന് വരാൻ സാധ്യതയുള്ള മുഴുവനായിട്ടോ ആൽക്കഹോളിക് KOH എന്താണ് നടത്തുന്നത്, ബീറ്റ ഡീഹൈഡ്രോ ഹാലുജിനേഷൻ. ആൽക്കഹോളിക് KOHലെ ബേസ് ആരാണ്, C2H5O മൈനസ്. ഈ C2H5O മൈനസ് H+നെ എടുക്കും, ഈ K പ്ലസ് Cl മൈനസിനെ എടുക്കും, എന്നിട്ട് അവിടുന്ന് ആ HCl അങ്ങോട്ട് റിമൂവ് ചെയ്യും. അപ്പോൾ അത് മൾട്ടിപ്പിൾ ബോണ്ടിലേക്ക് ലീഡ് ചെയ്യും. ഇപ്പോൾ കംപ്ലീറ്റ് കിട്ടിയില്ലേ, ഇത്രയേ ഉള്ളൂ എലിമിനേഷൻ റിയാക്ഷൻ. സിമ്പിൾ റിമൂവൽ ഓഫ് സിമ്പിൾ മോളിക്യൂൾ ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് മൾട്ടിപ്പിൾ ബോണ്ട് ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എലിമിനേഷൻ റിയാക്ഷൻ. അതിൻ്റെ എക്സാമ്പിൾ ആണ് ബീറ്റ ഡീഹൈഡ്രോ ഹാലുജിനേഷൻ. ബീറ്റ ഡീഹൈഡ്രോ ഹാലുജിനേഷൻ എന്ന് പറയുമ്പോൾ ബീറ്റ സൈറ്റിൽ നിന്ന് ഹൈഡ്രജനും ആൽഫ സൈറ്റിൽ നിന്ന് ഹാലജൻ റിമൂവ് ചെയ്യുക. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന റിയേജൻ ആൽക്കഹോളിക് KOH. അപ്പോൾ അതൊരു ബേസ് ആയിരിക്കണം. അപ്പോൾ C2H5O മൈനസും K പ്ലസും ആണ് അവിടുത്തെ അറ്റാക്കിംഗ് ഗ്രൂപ്പ്. അവിടുത്തെ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് C2H5O മൈനസ്. അപ്പോൾ എൻട്രൻസ് എക്സാം അടക്കം കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? ഇനി ഇങ്ങനൊന്നും പോകണമെന്നില്ല കേട്ടോ. ഇപ്പൊ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക, വെരി സിമ്പിളാ. നോക്കണേ, ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക. എൻ്റെ കയ്യിൽ CH2Cl എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട്. എനിക്ക് ഇവിടുന്ന് CH2 ഡബിൾ ബോണ്ട് CH2 ആക്കി മാറ്റണം. ഡൈഹാലോ കോമ്പൗണ്ട് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സിമ്പിൾ മോളിക്യൂൾസിന്റെ റിമൂവൽ എന്തിലേക്ക് ലീഡ് ചെയ്യണം, മൾട്ടിപ്പിൾ ബോണ്ടിലേക്ക് ലീഡ് ചെയ്യണം. അപ്പൊ ഇത് മൾട്ടിപ്പിൾ ബോണ്ടഡ് കോമ്പൗണ്ട് ആയി മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നോക്കുക, എന്ത് സംഭവിക്കണം, ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകണം. ഈ 2 Cl ഒഴിവാക്കണം. ആ 2 Cl ഒഴിവാക്കാൻ സിങ്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതെന്തായിട്ട് റിമൂവ് ചെയ്യും, ZnCl2 ആയിട്ട് റിമൂവ് ചെയ്യും. അങ്ങനെ ZnCl2 ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് CH2 ഡബിൾ ബോണ്ട് CH2 ആവും. ഇതും എലിമിനേഷൻ റിയാക്ഷൻ തന്നെയാണ്. ഇതും മൾട്ടിപ്പിൾ ബോണ്ടിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ട്. ഏതിന്റെ റിമൂവൽ, സിമ്പിൾ മോളിക്യൂൾസിന്റെ റിമൂവൽ. അപ്പോൾ 2 പറഞ്ഞേ, ഏതൊക്കെ? ഫിസിക്കൽ പ്രോപ്പർട്ടി കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞു. കെമിക്കൽ പ്രോപ്പർട്ടിയിൽ 2 കാര്യങ്ങൾ പറഞ്ഞു, റിയാക്ഷൻ വിത്ത് മെറ്റൽസും എലിമിനേഷൻ റിയാക്ഷനും. ഇനി നമുക്ക് ഏതാ പറയാനുള്ളത്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അതിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. വളരെ രസകരമായിട്ട് SN1, SN2, SNCB, SNAR ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ലാസ്റ്റ് ഒരു പോളിഹാലോ കോമ്പൗണ്ട്സും കൂടി പറഞ്ഞു കഴിയുമ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അടുത്ത പാർട്ടിൽ കാണാം.